ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ ഫൈവ്ര ഷോപ്പിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാച്ചിൻ്റെ സെക്ഷനിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ നെയിൽ എക്സ്റ്റൻഷൻ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ബിക്കോസ് എൻ്റെ വീഡിയോസ് കുറേ പേര് കാണുന്നു. റീച്ചൊക്കെ അപ്പോൾ ഭയങ്കര കുറഞ്ഞു വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് റീച്ചൊക്കെ നല്ല, പക്ഷേ പണ്ടൊക്കെ നല്ല റീച്ചുള്ള എനിക്കിപ്പോൾ ഭയങ്കര റീച്ച് കുറഞ്ഞൊക്കെയാണ് വരുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ ഇതാവുന്നില്ല. അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എൻ്റെ ചാനലൊന്ന് ഇച്ചിരി ഇതൊക്കെ ആക്കുക. ഒരു 10K എങ്കിലും അത്യാവശ്യം നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് കൊണ്ട് എത്തിക്കാനായിട്ട് പ്ലീസ് ഗേൾസ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാതെ എനിക്ക് ടൈമൊന്നും കിട്ടാറില്ല. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് കുറേ മണിക്കൂറുകൾ ഇരുന്നത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് കുറേ തെന്നിമാർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വിഷയത്തിലോട്ട് പോകും. അപ്പോൾ എനിക്ക് നെയിലക്സ് ഭയങ്കര ഇഷ്ടമായാണ് അവിടെ അങ്ങനെ വീണ്ടും വീണ്ടും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. മണി ബോക്സ്, എന്തിൻ്റെയൊക്കെ കവറുകൾ, വാൾപേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ടാണ് അത് ചെയ്യണേ. പിന്നെ എന്തിൻ്റെയൊക്കെയോ മോൾഡും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സിലിക്കോൺ മോൾഡ് എന്താണ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഓർഗനൈസേഴ്സ് എന്തൊക്കെയോ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഞാൻ പറയാണ്, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. ഓക്കെ, അപ്പോൾ ഒരു അത്യാവശ്യം 10K എങ്കിലും ഇതാക്കുക. പിന്നെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മിനെയൊക്കെ ഇവരൊക്കെ എവിടെയൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാനവിടെ സാധനം നോക്കി ഇവരെ എങ്ങോട്ടേക്ക് പോയേക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇവിടെ കണ്ടു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. കുറേ പേര് വെച്ച് ഫേസ് റിവീൽ എന്താ ചെയ്യാത്തത്. ഞാൻ കുറേ ഷോർട്സിനകത്ത് ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് എടുക്കുമ്പോഴത്തേക്കും പോർട്രേറ്റ് ആയിരിക്കും കൂടുതൽ എടുക്കൽ. അപ്പോൾ പിന്നെ ഇത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബിൻ്റെ സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഫേസ് റിവീൽ കാണിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ മദേഴ്സ് എപ്പോഴും കിച്ചൺ സെക്ഷനിൽ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ തന്നെയായിരിക്കും മുഴുകി നിൽക്കുന്നത്. പിന്നെ കുറേ സ്വർണ്ണത്തിൻ്റെയൊക്കെ സ്പൂൺ കണ്ട് ഗേൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ സ്റ്റിക്കറിയും നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഫാദറിനും എടുക്കേണ്ടിയിട്ടുണ്ട്. ബാപ്പി അവിടെ ആരെടുത്തോ എന്തെടുത്തോ ഒരു കാര്യത്തിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കേക്ക് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്തൊരു സെക്ഷൻ അറിയില്ല. അപ്പോൾ ആ സാധനം ഏത് സെക്ഷനിലാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഞാൻ തുമ്പിയുടെ പുറകെ പോകുന്നുണ്ട് ഗൈസ്. പിന്നെയും കുറേ ഇതൊക്കെ വാങ്ങും, ഇതൊക്കെ ടേപ്പൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു ക്രാഫ്റ്റ് പേജ് ഉണ്ട്, ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അതിൻ്റെ നെയിം ഞാൻ അവിടെ കൊടുത്തേക്കും. എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക, അതിനകത്ത് സപ്പോർട്ടാക്കുക. ഓക്കെ, ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ആർക്കെങ്കിലും സൗത്ത് ഇന്ത്യയിലേക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എൻ്റെ പേജിനകത്തൊന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ IM റിസാൻ എന്ന് പറഞ്ഞ പേഴ്സണൽ പേജിനകത്തോ മെസ്സേജ് അയച്ചാലും മതി. അപ്പം നിങ്ങൾക്ക് അതിനകത്തൊക്കെ നല്ല റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും വിഷയത്തിൽ തിന്നി മാറി പോവുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് 2 ഫ്രെയിം എടുക്കാനുണ്ടായിരുന്നു, പെയിൻ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പെയിൻറ്റ് ഞാൻ ചെന്ന് വാട്ടർ കളറാണ് എടുത്തത്. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ച പെയിൻറ്റോടില്ല. പിന്നെ എനിക്ക് പെയിൻറ്റിന് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വാട്ടർ കളർ അങ്ങ് എടുത്തു. പിന്നെ എനിക്ക് 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫ്രെയിം എടുക്കാൻ പോവാണ്. എപ്പോഴും ഞാൻ അഞ്ചരക്കടയിൽ നല്ല അവിടെ എടുക്കുന്നത്. അപ്പോൾ എവിടെയാണ് പോകുന്നത് അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കും. കൂടുതലും പെട്ടെന്ന് ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ ചെന്നിട്ടാണ് എടുക്കൽ. അപ്പോൾ നമുക്ക് 2 ഫ്രെയിമും കൂടി എടുത്തിട്ട് വരാം. ഓക്കെ, ഇതിൻ്റെ 2 ഫ്രെയിമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാനകത്ത് കാണിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ ഞാൻ വീട്ടിലെത്തി ഫ്രെയിമിൻ്റെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാൻ നേരത്ത് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചൊന്നും തരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മളെല്ലാം ബില്ലടിക്കാൻ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ സാധനം ഞാൻ പറഞ്ഞില്ല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കുറേ സാധനങ്ങൾ അവിടെ വെച്ച് നമ്മൾ വേറെ എന്തൊക്കെയോ വിഷയത്തിലൊക്കെ ആയിരുന്നുണ്ടെന്നും കാണിക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് തന്നെ ഇതൊരു എലാസ്റ്റിക്കിൻ്റെ ഒരു ചെയർ കവറാണ് ഇത് വന്നിട്ട്. ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അത് ഞാൻ ചെയറിനകത്തിട്ടിട്ടുള്ള ക്ലിപ്പൊക്കെ കൊടുക്കുന്നതായിരിക്കും. എനിക്ക് നല്ല അടിപൊളി മെറ്റീരിയലായാലും നല്ലൊരു കോട്ടൺ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ആ കളറായാലും എനിക്ക് അത്രയും കുഴപ്പമില്ലാത്ത ഒരു ഇതൊക്കെ ഒരു കളറായിരുന്നു.
ഓക്കെ അത് നേരം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു മണി ബോക്സാണ്. വേൾഡ് മോദി എന്നൊക്കെ അയച്ചിട്ട് ഒരു മണി ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ക്രാബാണ്. ഇത് നമ്മൾ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ അതിന് ക്രാബ് എന്നാണ് ഗിസ് പറയുക, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും അത് നമ്മൾ അത്യാവശ്യം ഒരു 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ചേർന്നതുകൊണ്ടായിട്ട് നമ്മൾ 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇച്ചിരി സ്ക്രഞ്ചീസും ഇതൊക്കെ വരുന്ന ചെറിയൊരു സെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം വാട്ടർ കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചൊരു ഹെയർ കോംബാണ്. ഇതെൻ്റെ വാപ്പിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഹെയറൊക്കെ കോംബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു കോംബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുറേ സാധനം വാങ്ങിച്ചുകൊണ്ട് ഞാൻ പതുക്കെയാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ടേബിൾ ഒട്ടിക്കാനായിട്ട് ചെറിയൊരു വോൾ സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബഡ്സ്, ഇതൊക്കെയാണ് മെയിൻ. പിന്നെ എനിക്കൊരു ബ്രേസ്ലെറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരു സിൽവർ കളറായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ്. ഓക്കെ, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പെയിൻറ് ചെയ്യാനൊക്കെ നല്ലൊരു പെയിൻറ്റിൻ്റെ ഒരു ബ്രഷും വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പെയിൻറ്റിൻ്റെ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ പിന്നെ ഞാൻ വാങ്ങിച്ച ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ്, ഒരു ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മറ്റേ ചെയറിനകത്ത് ആ കവർ ഇട്ടിട്ടുള്ള ലുക്ക് ഇട്ടത്. ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ഒരു മെറ്റീരിയലാണ് ഞാൻ കണ്ടു വാങ്ങിച്ചത്. നല്ല അടിപൊളി മെറ്റീരിയലുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കുക. പിന്നെ ഒന്നും കൂടി പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേരം ബൈ.